എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വാർലി ആർട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ഞാനിവിടെ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇത് പെയിൻറ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്രിലിക് പെയിൻ്റ് എടുത്ത് പെയിൻറ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഡിസൈൻ ഒരു മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആർട്ടാണ് വാർലി ആർട്ട്. അത് ഞാനിവിടെ ഇതേപോലെ പെയിൻറ് ചെയ്തെടുക്കുക. 3 ഇമേജസ് ആണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വരച്ചെടുത്തിട്ട് വരാം. വാർലി ആർട്ട് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് ഇതിൻ്റെ നെക്ക് ഭാഗം നന്നായിട്ട് കവർ ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ജൂട്ട് ത്രെഡാണ്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അതിൻ്റെ ബോട്ടിൽ ക്യാപ്പും ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു യുണിക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജൂട്ട് ത്രെഡ് കെട്ടിയെടുക്കും. അതൊരു ചെറിയൊരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ടൈറ്റാക്കി എടുക്കാം. ഇതും കൂടി നമ്മൾ ആ ബോട്ടിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ ആ ബോട്ടിലിൻ്റെ ബോട്ടം പാർട്ടിലും കൂടെ കുറച്ച് ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, ആ ജൂട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അത് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കുക, ഒരു 8-9 എണ്ണം ഉണ്ടാക്കുക. അതിനുശേഷം ആ നെക്ക് ഭാഗത്ത് തന്നെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആ ജൂട്ട് ത്രെഡ് ഒന്നും കൂടി ചുറ്റി കൊടുക്കുക, കുറച്ച് ഭാഗം കൂടി. അപ്പോഴത്തേക്കത് ഫിക്സ് ആവും. അതിനൊരു ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും.
എളുപ്പത്തിലുള്ള നമ്മുടെ വോളി പെയിൻറ്റിങ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം, ഞാനൊരു ജാമിൻ്റെ ബോട്ടിലും കൂടി ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് അത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു സൺസെറ്റ് പോലെ യെല്ലോ ഓറഞ്ച് റെഡ് ഷെയ്ഡ് ഇതേപോലെ സ്പോഞ്ച് വെച്ച് അക്രിലിക് പെയിൻറ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ജസ്റ്റ് വേർലി ആർട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. മുകളിൽ ജൂട്ട് ത്രെഡും കൂടി ഉപയോഗിച്ച് അത് കുറച്ചും കൂടി ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ലിവിങ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയാണ്. അപ്പോൾ വെറുതെ കളയുന്ന ബോട്ടിലൊക്കെ നമുക്ക് ഇതേപോലെ നല്ല കോമ്പറ്റാക്കി എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.